ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് തേർഡ് സെമ്മിലെ ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് ആണ്. ഓക്കെ ഓക്കെ നോക്കാം. അപ്പോൾ അതിൽ ബ്ലോക്ക് 1 ഡൈവേഴ്സിറ്റി ഇൻ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിലെ യൂണിറ്റ് 1 സോഷ്യൽ തിയറി, മീനിങ്, ഇമ്പോർട്ടൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം സോഷ്യൽ തിയറി, അതിൻ്റെ മീനിങ്, ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ അതിൻ്റെ സ്വഭാവം, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം സോഷ്യൽ തിയറി, മീനിങ്, ഇമ്പോർട്ടൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സിൽ ആദ്യം നമുക്ക് ഇതിനൊന്ന് ബ്രീഫ് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. അത്ര കാര്യങ്ങൾ പഠിച്ച സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ബ്രീഫ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിൽ പറയുന്ന കാര്യം സാമൂഹിക സിദ്ധാന്തം ആണ്. നമ്മുടെ ചാപ്റ്റർ സോഷ്യൽ തിയറി. ഇതിലൊന്ന് പറയുന്നത് അതിൻ്റെ നിർവചനങ്ങളാണ്. അതിൽ പിന്നെ എന്താണ് സോഷ്യൽ തിയറി, അതുപോലെ തന്നെ അബ്രഹാം കപ്ലാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സാമൂഹിക ജീവിതത്തെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നു. അതുപോലെ അതിൻ്റെ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നീട് പറയുന്ന നിർവചനങ്ങൾ ഓരോരുത്തർ റോബർട്ട് കെ മെർട്ടൺ, ടാൽക്കോട്ട് പാസൻസ്, അതുപോലെ തന്നെ തോമസ് വാർഡിന്, അവരെയൊക്കെ നിർവചനം എന്താണെന്നുള്ളതാണ് പിന്നീട് പറയുന്ന ഡെഫിനിഷൻസ്. പിന്നെ സാമൂഹിക സിദ്ധാന്തത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ പറയുന്നുണ്ട്. അപ്പോൾ അത് ക്രമബന്ധ ഘടന ആയിരിക്കണം, യുക്തിപരമായി ബന്ധിപ്പിച്ചതായിരിക്കണം, അങ്ങനെ ഒരുപാട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ നോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാവും. ഓക്കെ, നോട്ട്സ് നോക്കിക്കഴിഞ്ഞിട്ട് വേണം നിങ്ങളിത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനെ പറ്റിയും പെട്ടെന്ന് ഐഡിയയിലേക്ക് എക്സാമിൽ റിവിഷൻ സമയത്തൊക്കെ ഇത് നിങ്ങളെ സഹായിക്കും. പിന്നെ പ്രധാന ചിന്തകരി, ഇതിലെല്ലാ ചിന്തകരെയും, പിന്നെ ഹെർബർട്ട് സ്പെൻസർ, എമിൽ ഡർക്കീം, അതുപോലെ തന്നെ അഗസ്റ്റെ കോംറ്റെ, അതുപോലെ തന്നെ വാക്സ് വെബർ, ഇവരൊക്കെ നിങ്ങൾക്ക് കാണാതെ അറിയണം. ഇത്ര ആൾക്കാരെ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇതിൻ്റെ പ്രധാന ചിന്തകർ, സോഷ്യൽ തിയറിൻ്റെ പ്രധാന ചിന്തകർ ഇവരൊക്കെയാണെന്നുള്ളത്. പിന്നീട് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ, വർഗീകരണം. ഇതാണ് നമുക്ക് ഇതെന്തായാലും ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാവാം. അപ്പോൾ ഇതിൽ പറയുന്നത് 3 ആൾക്കാരാണ്: ബോസ്കോഫ്, ഹോമൻസ്, അതുപോലെ തന്നെ ഹെൽമുട്ട് വാഗ്നർ. ഇവരെ 3 ആൾക്കാർ 3 രീതിയാണ്. ബോസ്കോഫ് റിഡക്ഷനിസ്റ്റ്, അതുപോലെ തന്നെ പ്രോട്ടോ സോഷ്യോളജി 2 ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൊമാൻസ് നോർമേറ്റീവ് ഉണ്ട്, നോൺ നോർമേറ്റീവ് ഉണ്ട്. നോർമേറ്റീവിനെ 2 ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നോൺ നോർമേറ്റീവിനെ 3 ആക്കിയിട്ടുണ്ട്: ഘടനാപരം, പ്രവർത്തനപരം, അതുപോലെ തന്നെ മനഃശാസ്ത്രപരം. ഹെൽമുട്ട് വാഗ്നറിൻ്റെ പോസിറ്റീവ്, അതുപോലെ തന്നെ ഇൻ്റർപ്രറ്റീവ്, തത്വശാസ്ത്ര ചിന്ത, ഓക്കെ, ശാസ്ത്രീയം, ഇങ്ങനെ ആയിട്ട് 3 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. അപ്പോൾ ഒന്ന് ക്ലാസിഫിക്കേഷൻ, സോഷ്യൽ തിയറിൻ്റെ ക്ലാസിഫിക്കേഷൻ, പ്രധാന ചിന്തകർ, അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ. അപ്പോൾ 3 ക്വസ്റ്റ്യനായി. 4-മത്തെ അതിൻ്റെ നിർവചനങ്ങൾ. അപ്പോൾ പിന്നെ അത് എന്താന്നുള്ള ഒരു ചോദ്യം. ഇത്ര കാര്യങ്ങളെ ഇതിൽ പഠിക്കാനുള്ളൂ. ഈ ചാപ്റ്ററിൽ സിമ്പിളായിട്ട് മനസ്സിലാവും. നമുക്ക് ആദ്യം ഒന്ന് ടെക്സ്റ്റിലേക്ക് ഇറങ്ങി നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം ഒന്ന് ജസ്റ്റ് ഇതൊന്ന് വായിക്കാം. സാമൂഹിക സിദ്ധാന്തം, സോഷ്യൽ തിയറി എന്ന് പറഞ്ഞാൽ എന്താ? സാമൂഹിക സിദ്ധാന്തം, സിദ്ധാന്തം എന്നത് എന്താ? സിദ്ധാന്തം എന്നത് 2 അതിലധികമോ കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന ഒരു ആശയമാണ്. 2 അതിലധികമോ കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന ഒരു ആശയത്തിനെയാണ് നമ്മൾ സിദ്ധാന്തം എന്ന് പറയാം. 2 അതിലധികമോ കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന ഒരു ആശയത്തിനെയാണ് നമ്മൾ സിദ്ധാന്തം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അബ്രഹാം കപ്ലാൻ്റെ അഭിപ്രായത്തിൽ സിദ്ധാന്തം എന്നത് നമ്മെ ഒരു പ്രശ്നം മനസ്സിലാക്കാനും അതിനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനും, പുതിയ ശീലങ്ങൾ രൂപപ്പെടുത്താനും സഹായിക്കുന്നതാണ് അബ്രഹാം കപ്ലാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി സാമൂഹിക സിദ്ധാന്തം എന്നത് സാമൂഹിക ജീവിതത്തിലെ സംഭവങ്ങളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് മനസ്സിലാക്കാനുള്ള ശ്രമമാണ്. അപ്പം സാമൂഹിക സിദ്ധാന്തം എന്നത് സാമൂഹിക ജീവിതത്തിലെ
സംഭവങ്ങളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് എന്ത് സാമൂഹിക സിദ്ധാന്തം. സാമൂഹ്യ ശാസ്ത്രത്തിൽ സോഷ്യോളജിയിൽ സിദ്ധാന്തം എന്നത് ഒരു ആശയമായോ അനുമാനമായോ, ചിലപ്പോൾ അതൊരു ആശയമാകാം, ചിലപ്പോൾ അതൊരു അനുമാനമാകാം, ചിലപ്പോൾ അത് കാഴ്ചപ്പാടാവാം, നിയമമായോ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. സിദ്ധാന്തങ്ങൾ നമ്മെ കാര്യങ്ങൾ മനസ്സിലാക്കാനും മെച്ചപ്പെടുത്താനും പുതിയ അറിവുകൾ കണ്ടെത്താനും സഹായിക്കുന്നു. അത് നേരത്തെ പറഞ്ഞു തന്നെ ഒന്നും കൂടി പറഞ്ഞു. അപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ ഇതിൽ പറയാണ്. കാൾ മാർക്സിൻ്റെ വർഗ സിദ്ധാന്തം. കാൾ മാർക്സിൻ്റെ ഒരു സിദ്ധാന്തമുണ്ട്, ക്ലാസ് തിയറി എന്ന് പറഞ്ഞിട്ട് ഒരു വർഗ സിദ്ധാന്തമുണ്ട്. അതെന്താ പറയുന്നത്? സമൂഹത്തിൽ സമ്പത്ത്, അതിൽ പറയുന്ന കാര്യമാണ്, സമൂഹത്തിൽ സമ്പത്ത് കൈവശം വെച്ചവരും, അതായത് നമ്മൾ ബൂർഷ്യകൾ എന്നൊക്കെ പറയുന്ന സമൂഹത്തിൽ സമ്പത്തുള്ള ആൾക്കാർ, തൊഴിൽ ചെയ്യുന്ന ഒരു വർഗമുണ്ട്. നമ്മൾ പണിയെടുക്കുന്ന വർഗം, ഇപ്പോഴും ഇല്ലേ തൊഴിലാളി വർഗം, ഓക്കെ, തമ്മിലുള്ള സംഘർഷമാണ് സാമൂഹിക മാറ്റങ്ങൾക്ക് കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സാമൂഹിക മാറ്റങ്ങൾക്ക് കാരണം, കാൾ മാർക്സ് പറഞ്ഞിട്ടുള്ള കാര്യം, സാമൂഹിക മാറ്റങ്ങൾക്ക് കാരണം ഈ തൊഴിൽ ചെയ്യുന്നവരും അതുപോലെ തന്നെ മുതലാളിമാരും തമ്മിലുള്ള സംഘർഷമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഉദാഹരണം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിലൂടെ അസമത്വവും സമത്വമില്ലായ്മയും അതുപോലെ തന്നെ സാമ്പത്തിക ചൂഷണവും എങ്ങനെ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാവുന്നു. നമുക്കിവിടെ എന്താ മനസ്സിലാവുന്നത്? അസമത്വം എങ്ങനെ ഉണ്ടാകുന്നു എന്ന്, സാമ്പത്തിക ചൂഷണം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാകുന്നു. അതായത് സാമൂഹിക സിദ്ധാന്തങ്ങൾ കാര്യം എന്തുകൊണ്ട് സംഭവിക്കുന്നു. സാമൂഹിക സിദ്ധാന്തങ്ങൾ അപ്പം എന്താന്ന് വെച്ചാൽ കാര്യം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ സാമൂഹിക സിദ്ധാന്തം എന്താണ് ചെയ്യുന്നത്? കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു, ഭാവിയിൽ എന്തു ചെയ്യാം എന്നതിനെ നമ്മെ ആലോചിക്കാനും പഠിപ്പിക്കാനും സഹായിക്കുന്ന വഴികളാണ്. അപ്പോൾ സെറ്റാണ്. അപ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഇതിനെ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബേസ് തന്നെ ഇല്ലാതായിട്ട് പോകും. അപ്പം നിങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ അപ്പം എന്താണെന്ന് വെച്ചാൽ സാമൂഹിക സിദ്ധാന്തം എന്താ വെച്ചാൽ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, എങ്ങനെ സംഭവിക്കുന്നു, ഭാവിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെയൊക്കെ നമ്മെ ആലോചിക്കാനും പഠിക്കാനും സഹായിക്കുന്ന വഴികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാമൂഹിക സിദ്ധാന്തം എന്ന് പറയുന്നത്. സെറ്റാണ്. ഓക്കെ, സാമൂഹിക സിദ്ധാന്തത്തിൻ്റെ നിർവചനങ്ങൾ. സാമൂഹിക സിദ്ധാന്തത്തിൻ്റെ നിർവചനം പറയുകയാണെന്നുണ്ടെങ്കിൽ, ചില സാമൂഹ്യ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ സിദ്ധാന്തം വിവിധ സംഭവങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിക്കുന്ന ഒന്നാണ്. അതായത് നമ്മൾ പറഞ്ഞു തന്നെ വിവിധ സംഭവങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിക്കുന്ന ഒന്നാണ്. അഥവാ സമൂഹത്തിൽ സംഭവിക്കുന്ന പലവിധ സാഹചര്യങ്ങൾ തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്നതാണ് സിദ്ധാന്തം. സമൂഹത്തിൽ സംഭവിക്കുന്ന പലവിധ സാഹചര്യങ്ങളുണ്ടാവും സമൂഹത്തിൽ, അതിൽ തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്നതാണ് സിദ്ധാന്തം. അത് പറഞ്ഞു. ഓക്കെ, റോബർട്ട് കെ മെർട്ടൺ എന്താ പറഞ്ഞത്? മെർട്ടൻ്റെ അഭിപ്രായത്തിൽ സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തം യുക്തിപരമായി ബന്ധിപ്പിച്ച ആശയങ്ങളുടെ ഒരു കൂട്ടമാണ്. റോബർട്ട് കെ മെർട്ടൺ പറഞ്ഞ എന്താ? യുക്തിപരമായി ബന്ധിപ്പിച്ച സിദ്ധാന്തം എന്നത്, സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തം എന്ന് പറഞ്ഞത് യുക്തിപരമായി ബന്ധിപ്പിച്ച ആശയങ്ങളുടെ ഒരു കൂട്ടമാണ്. യുക്തിപരമായി ബന്ധിപ്പിച്ച ആശയങ്ങളുടെ